മലയാളത്തിൽ നായിക പ്രാധാന്യമുള്ള സിനിമകൾ ഇറങ്ങുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി സംവിധായിക അഞ്ജലി മേനോൻ. മലയാള സിനിമയിൽ മികച്ച സിനിമകൾ സൃഷ്ടിച്ച് പ്രേക്ഷക മനസ്സിലിടം നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവും തിരക്കഥാകൃത്തും സംവിധായികയുമാണ് അഞ്ജലി മേനോൻ. അന്താരാഷ്ട്ര ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയ അഞ്ജലി മഞ്ചാടിക്കുരു, കേരള കഫേ, ഉസ്താദ് ഹോട്ടൽ, ബാംഗ്ലൂർ ഡേയ്സ്, കൂടെ, വണ്ടർ വുമൺ എന്നീ ഫീച്ചർ സിനിമകളിലൂടെയാണ് അറിയപ്പെടുന്നത്. വ്യക്തിപരമായ അഭിപ്രായങ്ങളും നിലപാടുകളും തുറന്നു പറയുന്നതിൽ അഞ്ജലി ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. മലയാള സിനിമ വൻ വിജയങ്ങളിലേക്ക് കുതിക്കുമ്പോഴും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയരുന്നുണ്ട്. വിഷയത്തിൽ നിരവധി പേർ തങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മലയാളത്തിൽ നായിക പ്രാധാന്യമുള്ള സിനിമകൾ ഇറങ്ങുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് അഞ്ജലി മേനോൻ. മഞ്ഞുമൽ ബോയ്സ്, ആവേശം, 2018 എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെയാണെന്ന് സംവിധായിക ചോദ്യം ഉന്നയിച്ചത്. സംവിധായികയുടെ ചോദ്യത്തിന് ഒട്ടേറെ പേർ പ്രതികരണവുമായി എത്തി. ചില സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകില്ലെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ മറ്റു ചിലർ വിയോജിപ്പും രേഖപ്പെടുത്തി. സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചാൽ അത് അരോചകമായി തീരുമെന്നും അഭിപ്രായപ്പെട്ടു. വെറുതെ ഒരു സ്ത്രീ കഥാപാത്രത്തെ സൃഷ്ടിച്ച് നോക്കുകുത്തിയാക്കുന്നതിലും ഭേദമല്ലേ ഇല്ലാതിരിക്കുന്നതെന്നും ചോദ്യങ്ങളുണ്ട്. മഞ്ഞുമൽ ബോയ്സ് പോലുള്ള സിനിമകളിൽ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് ചിലർ പറഞ്ഞു. അതേസമയം സമീപകാലത്ത് ആട്ടം പോലുള്ള സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നും അതിലെ കേന്ദ്ര കഥാപാത്രം സ്ത്രീ ആയിരുന്നുവെന്നും പലരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. എന്താണേലും സംവിധായക അഞ്ജലി മേനോന്റെ ഈ ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ചിട്ടും ആവേശം എന്ന സിനിമയിൽ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ടായിരുന്നില്ല എന്നും പേരിന് മാത്രം ഒരു അമ്മ കഥാപാത്രത്തെ സൃഷ്ടിക്കുകയായിരുന്നുവെന്നുമാണ് പോസ്റ്റിൽ വിമർശനം. കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ പുരുഷാധിപത്യത്തിനെതിരെ ശബ്ദിച്ച 2 സിനിമകൾ മാത്രമാണ് മലയാളത്തിൽ വന്നിട്ടുള്ളത്. 2012 പുറത്തിറങ്ങിയ 22 ഫീമെയിൽ കോട്ടയം, 2021 പുറത്തിറങ്ങിയ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നീ സിനിമകളാണ് ഇതിന് ഉദാഹരണമായി അഞ്ജലി പറഞ്ഞത്. അർത്ഥവത്തായ ചർച്ചയ്ക്ക് തുടക്കമിടുക എന്ന ഉദ്ദേശത്തോടെയാണ് അഞ്ജലി മേനോൻ ചോദ്യം ഉന്നയിച്ചത്. മറുപടികൾ വായിച്ചു നോക്കിയെന്നും സത്യസന്ധതയോടെ ഉത്തരങ്ങൾ നൽകിയതിൽ നന്ദിയുണ്ടെന്നും അഞ്ജലി മേനോൻ പറഞ്ഞു. You are watching India's first NGO television, Malanadu TV India.